Hi guys, welcome to another video. ഇന്ന് ഞാനൊരു ചാലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നത്. ഇന്ന് ഞാൻ ചാലഞ്ച് ചെയ്തത് എന്നോട് തന്നെയാണ്. അപ്പോൾ 1 കിലോയുടെ ഒരു ഫുൾ ബർഗർ ആക്കലാണ് ഞാനിന്ന് എന്നോട് തന്നെ ചെയ്തൊരു ചാലഞ്ച്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ 1 കിലോ ബർഗറിനെ കൊണ്ട് എന്താ കാര്യം? ഇടയ്ക്ക് ഇങ്ങനെ കുക്കിങ്ങും അഡ്വഞ്ചറസ് ആക്കലൊരു രസമല്ലേ? അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ 1 കിലോയുടെ ബർഗർ ആക്കിയെന്ന് കാണാം. ആദ്യം തന്നെ ബർഗറിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കുക. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദ, ഒരു മുട്ട, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. ഈ പാൽപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 കപ്പ് പാൽ ഒഴിക്കാം. ഞാനിവിടെ പാലിന് പകരം പാൽപ്പൊടിയാണ് എടുത്തത്. 1/2 ടീസ്പൂൺ ഈസ്റ്റ്. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, അതുകൊണ്ട് മാവിൽ കുഴക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി. 1/4 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാൻ നല്ലോണം കുഴച്ചെടുത്തു. കുഴച്ചെടുക്കുമ്പം നല്ല സോഫ്റ്റായിട്ടുള്ള മാവായിട്ട് വേണം കുഴച്ചെടുക്കാൻ. എത്ര സോഫ്റ്റ് ആവുന്നോ അത്രയും നമ്മൾ ബണ്ണും സോഫ്റ്റ് ആവും. അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാൻ കുഴച്ചെടുത്തു. പിന്നെ ലാസ്റ്റിൽ കുറച്ച് കയ്യിൽ ഓയിലാക്കിയിട്ട് മേലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ മാവിനെ പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. ചൂട് ക്ലൈമറ്റ് ആണെങ്കിൽ 3-4 മണിക്കൂറിൽ തന്നെ ഈ മാവ് പൊങ്ങി കിട്ടും. ഞാൻ ഇത് കുറച്ചും കൂടി സ്പീഡാക്കാൻ വേണ്ടിയിട്ട് കുക്കിംഗ് റേഞ്ചിൻ്റെ അടിയിൽ ബൾബ് ഓൺ ആക്കിയിട്ട് അതിലാണ് വെക്കുക. അപ്പോൾ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ മാവ് പൊങ്ങി കിട്ടും. അപ്പോൾ അതവിടെ ബൾബ് ഓണാക്കി പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. അതാവുന്ന സമയം കൊണ്ട് ഞാൻ ഈ ബർഗറിന് പാറ്റി ആക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ റെഡിയാക്കി. ഞാനിവിടെ ബോണുള്ള ചിക്കനാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ബോണെല്ലാം കളഞ്ഞിട്ട് ബോൺലെസ് ചിക്കൻ എടുത്ത് അതിന് ഇത് ഒരു 250 ഗ്രാം ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. 250 കുറച്ചും കൂടി ഉണ്ടാവുമായിരിക്കും. ചിക്കന് നല്ലോണം വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു ഗ്രൈൻഡറിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ചിക്കന്. ചിക്കന് ഗ്രൈൻഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ബാക്കി ആവശ്യമുള്ള സാധനങ്ങളിൽ ആഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് പെപ്പർ പൗഡർ, ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂൺ സോയ സോസ്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സ്. ഇത് ഞാൻ ആ ഉണക്ക മുളക്, ചുവപ്പ് മുളക് പൊടിച്ചെടുത്തതാണ്. അത് അത്യാവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ്. ഇതെല്ലാം കൂടി നല്ലവണ്ണം കുഴച്ച് ചിക്കൻ നല്ലോണം കുഴച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ്റെ മിക്സ് റെഡിയായി. ഇനി ഇതിനെ നമ്മൾ ബിഗ് ബർഗറിന് വേണ്ടിയിട്ടുള്ള ബിഗ് ചിക്കൻ പാറ്റി ആക്കിയിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ എല്ലാ ചിക്കനും ഞാൻ നല്ല കയ്യിൽ കുറച്ച് ഓയിലാക്കി ചിക്കന് ഈ മൊത്തത്തിലുള്ള ചിക്കൻ തന്നെ ഞാൻ ഒരു വലിയ പാറ്റി ആക്കിയിട്ടാണ് എടുക്കുന്നത്. ചെറിയ ബർഗർ ആക്കുന്നെങ്കിൽ ഞാൻ ഈ സെയിം മെത്തേഡിൽ തന്നെ കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ചെറിയ ചിക്കൻ പാറ്റി ആക്കിയിട്ടാണ് എടുക്കൽ. ഇതിപ്പോൾ ഞാൻ വലിയ 1 കിലോയുടെ ബർഗർ ആക്കുന്നത് കൊണ്ട് വലിയ പാറ്റി ഞാൻ പ്ലേറ്റിൽ പരത്തിയെടുത്ത് ഇനി ബണ്ണാവുന്നത് വരെ ഈ ഒരു പാറ്റി ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്യാൻ പോവാന്ന്. അപ്പോൾ ആ ടൈം കൊണ്ട് ബണ്ണ് കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ട്രേ എടുത്ത് അവനിലാണ് വെച്ച് ബണ്ണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവൻ്റെ ട്രേ എടുത്ത് അതിലൊരു ഫോയിൽ പേപ്പർ വെച്ച് അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി ബണ്ണിനെ നമുക്ക് ഇതിലേക്ക് ട്രേയിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫുൾ മാവെടുത്ത് അതിനെ ഒന്നുകൂടി കയ്യിൽ വെച്ച് കുഴച്ചിട്ട് ഒരു ബണ്ണിൻ്റെ ഷേപ്പിൽ ഒരു വലിയ ബണ്ണിൻ്റെ ഷേപ്പിൽ കൈനെ കൊണ്ട് ഉരുട്ടി ആ ട്രേയിൽ വെച്ചു. എന്നിട്ട് കുറച്ച് ടൈമും കൂടി ഇതേപോലെ കുക്കിംഗ് റേഞ്ചിനുള്ളിൽ 1 മണിക്കൂറും കൂടി വെച്ചു. അപ്പോൾ ഒന്നും കൂടി ആ ബണ്ണ് പൊങ്ങി വരും.
ഇനി ഈ ചിക്കൻ്റെ പാറ്റ് നമുക്ക് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് എന്തെങ്കിലും ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഓയിൽ ഒഴിച്ച് ഈ പാറ്റ് ഞാൻ ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഞാൻ അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ പാറ്റീസ് ആണെങ്കിലും ഇതുപോലെ തന്നെ ഷാലോ ഫ്രൈ ചെയ്യലാണ്. ഫ്രീസറിൽ വെച്ചാൽ ഒന്നുകൂടി സെറ്റായിട്ട് ടൈറ്റായിട്ട് കിട്ടും. അതുകൊണ്ട് അതിനകത്ത് ഫ്രീസറിൽ വെക്കുന്നത്. ഇനി ഇതിനെ ഓയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബർഗറിന് വേണ്ടിയിട്ടുള്ള പാറ്റ് റെഡിയായ അത് ഞാൻ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തു. ആ സമയം കൊണ്ട് നമ്മൾ ബണ്ണും നേരത്തെ വെച്ചതിനേക്കാളും വലുപ്പത്തിൽ പൊങ്ങി വന്ന് ഇനി നമുക്കിതിലേക്ക് എഗ് വാഷ് കൊടുക്കാം. എഗ്ഗ് ജസ്റ്റ് ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് വെളുത്ത എള്ളും. ഇനി 180 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്ക് ഞാൻ ഈ ബർഗറിൻ്റെ ബണ്ണ് എടുത്ത് വെച്ചു, ആവാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചു. എന്നിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ എടുക്കും ഈ ബണ്ണ് റെഡിയാവാൻ വേണ്ടിയിട്ട്. മിനിറ്റിനുള്ളിൽ തന്നെ ബണ്ണ് ഗോൾഡൻ കളർ, മേലെല്ലാം ഗോൾഡൻ കളറായി. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ അവൻ ഓഫ് ചെയ്ത് ബണ്ണ് പുറത്തെടുത്തു. നമ്മൾ ബിഗ് ബർഗറിന് വേണ്ടിയിട്ടുള്ള ബിഗ് ബൺ റെഡിയായി. ബണ്ണ് റെഡിയാവുന്ന ടൈമിനിടയിൽ തന്നെ ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചു കൊടുത്തു. പിന്നെ ഇതിനാവശ്യമുള്ള കുറച്ച് ടൊമാറ്റോ, കക്കിരി ഇതെല്ലാം മുറിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടായിനി. ഫ്രഞ്ച് ഫ്രൈസ് ഹോം മെയ്ഡ് ഫസ്റ്റ് ട്രൈ ആണ്, നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രഞ്ച് ഫ്രൈസ് റെസിപ്പി വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ, ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ നോക്കാം. ആവശ്യമുള്ള സാധനങ്ങളെല്ലാമായി. ഇനി ബർഗർ സെറ്റ് ചെയ്യേണ്ട ടൈമാണ്. ഫസ്റ്റിൽ തന്നെ ഞാൻ ബണ്ണ് മുറിച്ചെടുത്തു. ശരിക്കും പേടിയുണ്ടായിനി വലിയ ബണ്ണാവും ആക്കുമ്പോൾ ഉള്ളിലൊന്നും വേവാണ്ടായി പോകുന്നു. പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ബണ്ണായിട്ടുണ്ടായിനി. ഇനി ആദ്യം കുറച്ച് മയണൈസ് ഇട്ട് കൊടുക്കുക. ഞാൻ ചീസ് ബണ്ണല്ല ആക്കുന്നത്, ഇവിടെ മയണൈസാണ് യൂസ് ചെയ്തത്. ഇത് ഹോം മെയ്ഡ് മയണൈസാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം, ഞാൻ ഏതെങ്കിലും വീഡിയോയിൽ ആഡ് ചെയ്യാൻ നോക്കാം. ഇനി ബർഗർ പാറ്റി എടുത്ത് വെക്കാം. അതിന് മേലെയായിട്ട് കക്കിരിയും തക്കാളിയും നേരിയ സ്ലൈസസ് ആയിട്ട് മുറിച്ചെടുത്ത് വെക്കാം. പിന്നെ അതിൻ്റെ മേലെയായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഫ്രഞ്ച് ഫ്രൈസും. വേണമെങ്കിൽ കുറച്ച് എക്സ്ട്രാ സീസണിങ് കുരുമുളക് പൊടിയോ ഉപ്പെല്ലാം ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ അത്യാവശ്യം ബർഗർ പാറ്റിയിൽ തന്നെ ആവശ്യത്തിനുള്ള കുരുമുളകും മസാലയിൽ ഇട്ടിന്, അപ്പോൾ അത് മതിയാവും. പിന്നെ കുറച്ചും കൂടി മയണൈസ് അല്ലെങ്കിൽ ക്രീം ആഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെയുള്ള ഏറ്റവും മേലെയുള്ള ബർഗർ ബണ്ണിൻ്റെ പീസിൽ കുറച്ച് ടൊമാറ്റോ സോസ്. നമ്മൾ വീട്ടിൽ നിന്ന് യൂഷ്വലി ചെറിയ ബണ്ണാക്കുമ്പം ഇതേപോലെ തന്നെ ലെയർ ചെയ്യാം, പക്ഷേ ചെറിയ സൈസായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ബർഗർ എല്ലാം സെറ്റായി, ഫുൾ റെഡിയായി, ഒരു ഫുൾ ബർഗറായി. പക്ഷേ എൻ്റെ ചാലഞ്ച് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി തൂക്കി നോക്കി വെയിറ്റും കൂടി നോക്കിക്കഴിഞ്ഞാൽ ചാലഞ്ച് കംപ്ലീറ്റ് ആവും. ഞാൻ വെയിറ്റ് എന്തെങ്കിലും കുറവോ കൂടുതലോ ഉണ്ടായില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ ഫ്രഞ്ച് ഫ്രൈസും വെജിറ്റബിൾസും അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇനി വെയിറ്റ് നോക്കാം. ഞാൻ ഈ ദിവസം ശരിക്കും ലക്കിയാണെന്ന് ആ ബർഗറിൻ്റെ വെയിറ്റ് കണ്ടപ്പോൾ മനസ്സിലായ. കറക്റ്റ് 1 കിലോ ആണ് ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞ ബർഗർ ഉണ്ടായത്. വേണമെങ്കിൽ വെയിറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ വെജിറ്റബിൾസ് ആഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. 1 kg കറക്റ്റാണ് ഉണ്ടായേ.
ഇപ്പോൾ എൻ്റെ ചാലഞ്ച് ശരിക്കും കംപ്ലീറ്റ് ആയി. 1 കിലോയുടെ ഒരു ഫുൾ ബർഗർ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കി. ശരിക്കും ഹാപ്പിയായി, ശരിക്കും എക്സൈറ്റഡ് ആയി ആ 1 kg വെയിറ്റ് കണ്ടപ്പോൾ തന്നെ. അത് കഴിഞ്ഞിട്ട് വീട്ടിലെല്ലാവരും ഒന്നിച്ചിരുന്ന് ഹാപ്പി ആയിട്ട് ബർഗർ മുറിച്ചിട്ട് തിന്നു. ഒരു ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുന്ന ഫീലാണ് അന്ന് ബർഗർ കട്ട് ചെയ്തിട്ട് തിന്നുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായ ഒരു പീസ് അപ്പുറത്ത് എൻ്റെ ഉമ്മമ്മൻ്റെ വീട്ടിൽ അവർക്കും കൊടുത്തയച്ചു. അത്രയും വലുതാണ് ബർഗർ ഉണ്ടായത്. ശരിക്കും ഹാപ്പി ആയിട്ട് ഫുൾ ഫാമിലിക്ക് തിന്നാൻ പറ്റുന്ന ഒരു ബർഗർ. അപ്പോൾ ബർഗറാക്കി കേക്ക് പോലെ കട്ട് ചെയ്ത് ഓരോ പീസസ് വീട്ടിലെല്ലാവരും കഴിച്ചു. എല്ലാവർക്കും ബർഗർ ഇഷ്ടമായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ ഇങ്ങനത്തെ എന്തെങ്കിലും ഫുഡ് ചാലഞ്ചസ് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.